കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് തന്നെ എന്തും സംഭവിക്കാം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതീവ ജാഗ്രതയിലാണ് രാജ്യം ഇപ്പോൾ തന്നെ നിൽക്കുന്നത്. ഇന്നലെ തൃശൂരിൽ വെടിക്കെട്ടുപുരയിൽ വൻ സ്ഫോടനത്തിന്റെ പിന്നിൽ ഒരു അട്ടിമറിയാണോ എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതോ ഏതെങ്കിലും ഒരു വിദേശ ശക്തികളുടെ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നെല്ലാം പരിശോധനയിലൂടെ മാത്രമേ ഇനി പുറത്തു വരികയുള്ളൂ. അപ്പോഴാണ് തിരുവനന്തപുരത്ത് ഞെട്ടിക്കുന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നത്. അതായത് തിരുവനന്തപുരത്തെ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആശുപത്രിയിലെ ഒരു മഗ്ഗിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു വെടിയുണ്ടകൾ കണ്ടെത്തിയത്. 9 mm വിഭാഗത്തിൽപ്പെടുന്ന 7 വെടിയുണ്ടകളാണ് കണ്ടെത്തിയത്. രാവിലെയാണ് സംഭവം ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി വിശദമായി പരിശോധന നടത്തിയിരിക്കുകയാണ്. വിവരമറിഞ്ഞ ഉടൻ തന്നെ വഞ്ചൂർ പോലീസും അതോടൊപ്പം തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംഭവ സ്ഥലത്തെത്തി വിശദമായ ഒരു പരിശോധന നടത്തിവരികയാണ്. റെയിൽവേ ആശുപത്രിയിൽ നിന്നും കണ്ടെടുത്ത വെടിയുണ്ടകൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള വെടിയുണ്ടകൾ ആശുപത്രിയിൽ എങ്ങനെ എത്തി എന്ന കാര്യത്തിലാണ് ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണം നടക്കുന്നത്. വെടിയുണ്ടകൾ ആരെങ്കിലും ബോധപൂർവം ആശുപത്രിയിൽ കൊണ്ടുവന്ന് വച്ചതാണോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആശുപത്രിയും പരിസരവും കേന്ദ്രീകരിച്ച് കർശന പരിശോധനയാണ് അന്വേഷണ സംഘം നടത്തുന്നത്. പോലീസ് നായ്ക്കളെയും വിരലടയാള വിദഗ്ധരെയും ഉൾപ്പെടുത്തി തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഈ വെടിയുണ്ടകൾ MM വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് കൂടുതലായി സായുധ സേനകളും പോലീസും ഉപയോഗിക്കുന്ന വെടിയുണ്ടകളാണ് ആശുപത്രിയിൽ നിന്നും കണ്ടെടുത്തത്. ഇതാണ് ഈ കേസിന്റെ ഗൗരവം കൂടുതലായി വർദ്ധിപ്പിക്കുന്നത്. ആശുപത്രിയിലെ ജീവനക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിനു പുറമെ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ രോഗികളുടെയും അതോടൊപ്പം തന്നെ സന്ദർശകരുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. RPFും പോലീസും സംയുക്തമായാണ് കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. റെയിൽവേ ആശുപത്രിയായതിനാൽ സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് തേടാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ആഭ്യന്തര മന്ത്രാലയവും റിപ്പോർട്ട് തേടാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ വഞ്ചൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പരിസരത്തെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുണ്ടാ സംഘങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാണോ എന്നൊരു സംശയം പോലീസിനുണ്ട്. കാരണം പേട്ട സ്ഥലം എന്ന് പറയുന്നത് ഈ ഗുണ്ടകളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. ആശുപത്രിയിലെയും പരിസരത്തെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പൂർണ്ണമായും ശേഖരിച്ചിട്ടുണ്ട്. സംശയമുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. വെടിയുണ്ടകളുടെ കാലപ്പഴക്കവും നിർമ്മാണ വിവരങ്ങളും കണ്ടെത്താൻ ഫോറൻസിക് പരിശോധനയ്ക്ക് ഉടൻ അയക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. സായുധ സേനകളിൽ നിന്ന് ഇവ നഷ്ടപ്പെട്ടതാണോ അതോ അനധികൃതമായി ആരെങ്കിലും നിർമ്മിച്ചതാണോ എന്ന് ഫോറൻസിക് പരിശോധനയിലൂടെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. റെയിൽവേ സ്ക്വാഡുകൾ ട്രെയിനുകളിലും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലും ഇതിനോടൊപ്പം തന്നെ വ്യാപകമായ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പഴുതടച്ച സുരക്ഷയാണ് റെയിൽവേ ഒരുക്കുന്നത്. ഇതിനു പുറമെ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗവും സംഭവത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആയുധ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേസിന്റെ ഗൗരവം പരിഗണിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. റെയിൽവേയുമായി ബന്ധപ്പെട്ട കേസായതിനാൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം റിപ്പോർട്ട് തേടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്.